വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്മാർട്ട് ഫോണുകൾ. എന്നാൽ അവ ഒഴിവാക്കിയുള്ള ഒരു ജീവിതം ഇന്ന് നമുക്ക് സാധ്യമല്ല. ആശയവിനിമയം എളുപ്പമാക്കാനും ജീവിതം സൗകര്യപ്രദമാക്കാനും മൊബൈൽ ഫോണുകൾ ഉപകാരപ്രദമാണ്. എങ്കിലും അവയുടെ അമിത ഉപയോഗം മൂലം നമുക്ക് നഷ്ടമായത് നമ്മുടെ വിലയേറിയ ബന്ധങ്ങളും മൂല്യങ്ങളുമാണ്. അതെ, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് അനിവാര്യമാണ്. അതിനായി 3-4 ക്ലാസുകളിലെ കുട്ടികൾ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു മെമോറിക്സ്. സ്കൂള് വിട്ട് വന്നിട്ട് ഇത്രയും നേരമായി, ഇതുവരെയായിട്ടും ഡ്രസ്സ് മാറിയിട്ടില്ല. ഏത് നേരവും ഈ കുന്ത്രാണ്ടം നോക്കിക്കൊണ്ടിരുന്നാ മതി. പഠിക്കണമെന്ന ഒരു ചിന്തയില്ല അവന്. പരീക്ഷ എങ്ങനെ അടുത്തു. എന്റെ ദൈവമേ, എന്തൊരു വിധിയാണിത്. ഓ, വരുവാ. आजा गुफ्फाओं में आजा गुनाह कर ले, आजा गुनाह कर ले, आजा गुफ्फाओं में चेहरा चढ़ता है, चेहरा चेहरा बदलता है, चेहरा ही चलता है, चेहरे पे चेहरा चढ़ता है, चेहरा चेहरा बदलता है, चेहरा ही चलता है। सियाह करने आजा गुनाह कर ले, आजा गुनाह कर ले, आजा गुफ्फाओं में ശ്യാം, ശ്യാം, നീ എന്തെടുക്കുക? സ്കൂളിൽ പോകാൻ നേരമായല്ലോ. പ്രിയ,
അവനെവിടെ? ഇതുവരെ എഴുന്നേറ്റില്ലേ? അതെങ്ങനെയാ? പുന്നാരമോൻ ഏത് നേരവും മൊബൈലാ. എപ്പോഴാ കിടക്കുന്നേ? എപ്പോൾ ഉറങ്ങുന്നു? ആരറിയുന്നു? ഏത് നേരവും റൂമിൽ തന്നെ. ശ്യാം, നീ ഫുഡ് കഴിക്കണില്ലേ? എനിക്ക് വേണ്ട, സമയം പോയി. ശ്യാം, എന്താ ഇത്? ഫുഡ് പോലും കഴിക്കാതെയാണോ നീ സ്കൂളിൽ പോകുന്നത്? നീ എന്തെടുക്കുമായിരുന്നു ഇത്രയും നേരം? ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും നിനക്ക് സമയമില്ലല്ലോ. പോട്ടെ, ഒന്ന് നേരെ നോക്കി ചിരിക്കാൻ പോലും നിനക്ക് നേരമില്ല. ഈ പ്രായമെല്ലാം കഴിഞ്ഞാണ് ഞങ്ങളും ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളോടൊന്നും മിണ്ടാൻ പോലും നീ ഇപ്പോൾ വരാറില്ല. എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കുന്ന ശ്യാമിനെയാണ് ഞങ്ങൾ കാണുന്നത്. മോനെ, നിന്റെയൊക്കെ പ്രായത്തിൽ ഞങ്ങളൊക്കെ പാടത്തും പറമ്പിലുമായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ ജീവനും ജീവിതവുമെല്ലാം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം ചൊല്ലും പ്രായം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ടു കണ്ണിൽ, അന്നു കേട്ടതെല്ലാം ഇന്നുമുണ്ടു കാതിൽ. മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം, മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം. അന്നെന്റെ മാനസജാലകവാതിലിൽ, അന്നെന്റെ മാനസജാലകവാതിലിൽ മുട്ടി വിളിച്ചൊരു പെൺമുഖമിന്നും ഓർക്കുന്നു ഞാൻ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. എന്തു രസമായിരുന്നു ആ കാലം. കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു കാലം. കാലം മാറിയതൊന്നും അപ്പ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഡാഡ്, നൗ വി ആർ ഇൻ ജെൻ സി. ആ പഴഞ്ചൻ ചിന്തകളിൽ നിന്ന് അപ്പ ഇനിയെങ്കിലും ഒന്ന് പുറത്തു വരുവോ?
ഹലോ, ശ്യാമിൻ്റെ പപ്പയല്ലേ? ഞാൻ മോൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. സർ ഓഫീസിലാണോ? ഇല്ല, ഞാനിന്ന് ലീവിലാണ്. സാർ, ശ്യാം എന്തെങ്കിലും? ആ, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. സാർ പറ്റുമെങ്കിൽ സ്കൂൾ വരെ ഒന്ന് വരണം. ഓക്കെ സാർ. സാർ ഇരിക്കൂ. ജോലിയൊക്കെ നന്നായി പോകുന്നോ? ശ്യാം എങ്ങനെയുണ്ട് വീട്ടിൽ? പഠിക്കുന്നുണ്ടോ? മാർക്ക് തീരെ കുറവാണ്. ആ ശരിയാ സാർ, ഫുൾ ടൈം മൊബൈലിലാണ്. പഠിക്കുന്നത് കാണാറില്ല. എന്തു പറഞ്ഞാലും കേൾക്കുകയുമില്ല, ആരോടും മിണ്ടാറുമില്ല. അവനും അവൻ്റെ ഫോണും അല്ലാതെ ഒന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ പോലും അവന് നേരമില്ല. ആ, ഇതൊക്കെ തന്നെയാ പ്രശ്നം. പഠനത്തിൽ തീരെ ശ്രദ്ധയില്ല. അന്നത് ചെയ്യേണ്ട ഹോംവർക്കുകൾ ചെയ്യാറില്ല. ടീച്ചേഴ്സ് പറഞ്ഞാൽ തീരെ അനുസരിക്കാറില്ല. പോരാത്തതിന് അടുത്തിരിക്കുന്നവരെ ശല്യം ചെയ്യും, വഴക്കുണ്ടാക്കും. മാത്രമല്ല, ഇന്നാണെങ്കിൽ അവൻ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവന്നു. അത് കംപ്ലൈന്റ് ചെയ്ത കുട്ടിയെ മുഖത്തിനടിച്ചു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശ്യാം മിടുക്കനാണ്, പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അവന് വേണ്ടി ഞാൻ സോറി പറയുന്നു സാർ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. എന്നാൽ ഓക്കെ സാർ, താങ്ക് യു. ഓരോ പേരൻസിനും തങ്ങളുടെ മക്കളെക്കുറിച്ച് കുറേ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നതും സമ്പാദിക്കുന്നതും. നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് ഒരു ബുദ്ധിമുട്ടും അറിയാതെയാണ് നീ വളരുന്നത്. എന്നിട്ടും നീ ഞങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. മൊബൈൽ ഫോണാണ് ഇന്ന് നിനക്കെല്ലാം. ഞങ്ങളെ നീ മറന്നു. നിന്റെ അധ്യാപകരെ, കൂട്ടുകാരെ എല്ലാം നീ മറന്നു. പകരം നിന്റെ ലോകം മൊബൈൽ മാത്രമാണ്. ഇവിടെ എന്ത് നടക്കുന്നുണ്ടെന്നോ ഇനി എന്ത് സംഭവിക്കുമെന്നോ നീ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. മോനെ, മൊബൈൽ നല്ലതാണ്. അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ അത് നമ്മുടെ സന്തോഷവും സമാധാനവും ജീവിതത്തിലെ എല്ലാ നന്മകളും കെടുത്തിക്കളയും. ഇന്ന് സ്കൂളിൽ നടന്നതുപോലെ. അപ്പ സോറി അപ്പ, ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. സോറി അമ്മേ.
കാലം മഞ്ഞു തൂകി പുലരിപ്പൂ മെല്ലെ മെല്ലെ ഇരലിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ മാക്കിനാവിന്നറുതേന്നുണയാ ആശാമുകിൽ അതിരെ